എക്സസൈസ് 11.2-ലെ സെക്കൻഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അതിൽ ആദ്യത്തെ 6th ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ബാക്കിയുള്ള 6th ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ എക്സ്പൊണൻഷ്യൽ ഫോം. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് സിംപ്ലിഫൈ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ആൻസർ എന്ത് ഫോമിൽ, എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2⁻³ ഇൻറ്റു 3⁻4 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 32. അപ്പോൾ നമുക്കിതാദ്യം ഇവിടെ നമ്പർ മാത്രമുള്ള നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ 4 എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ എന്ത് എഴുതും? അതായത് 4 കിട്ടുന്നത് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതായത് 2⁻² അല്ലേ, ഈ 4 എന്നുള്ളത് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അതായത് നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫോമിൽ 2⁻² എന്ന് എഴുതാം. അപ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. 2⁻³ ഇൻറ്റു 3⁻4 ഇൻറ്റു 2 എന്ത് എഴുതും? 2⁻² ഡിവൈഡഡ് 3 ഇൻറ്റു ഇനി 32നെ നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫോമിലായിട്ട് മാറ്റി എഴുതണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് ഫാക്ടറൈസേഷൻ ചെയ്യാം. ഇപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്യാൻ 32 എടുക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്, ഈവൻ നമ്പർ ആണെങ്കിൽ അതിന് ചെയ്യേണ്ട ഫാക്ടർ എന്തായിരിക്കും? 2 വെച്ചിട്ടായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഉപയോഗിച്ച് വേണം നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട്. അതിൽ ഈവൻ നമ്പർ ആണെങ്കിൽ 2 വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 32 എന്നുള്ള ഒരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്കതിനെ 2 വെച്ച് ചെയ്യാം. അപ്പോൾ 2ൽ 3 എത്ര ടൈംസ് പോവും? 1 2s are 2 ആണ്. അപ്പോൾ ഇവിടെ 2 ആണ് ബാലൻസ്. ഇവിടെ എന്തുണ്ട്? ഇവിടെ 3 ആണ് ആൻസർ. അപ്പോൾ 1 2s are 2 എന്ന് പറയുമ്പോൾ ഈ 2ൽ നിന്നും 2ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് കാണുക. 2ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 1. അപ്പോൾ ആ 1 എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്പർ 12 എന്നായിട്ട് റീഡ് ചെയ്യണം. 12. അപ്പോൾ 12ൽ 2 എത്ര ടൈംസ്? 6 2s are 12. അതായത് നമുക്ക് വേണമെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്യാം. 32നെ ഇപ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 1 2s are 2 അല്ലേ. 3 നിന്ന് 2 മൈനസ് ചെയ്യുക 1, 2 അടക്കി എഴുതി. 12ൽ 2 6 ടൈംസ് 6 2s are 12. അതുപോലെ തന്നെ ഫാക്ടറൈസേഷൻ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷേ ഈസി മെത്തേഡ് ഇതാണ്. മറ്റേത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ 32 എങ്ങനെ ചെയ്തത്? 32ൽ 2 എങ്ങനെ ചെയ്തു? ഒന്നുകൂടെ പറയാം. 2 ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വെച്ച് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3 ആയതുകൊണ്ട് നമുക്ക് 2ൻ്റെയിൽ എത്ര ടൈംസ്? 1 ടൈമേ പോകുള്ളൂ. കാരണം 2 2s വരുമ്പോൾ 4 ആയി പോകും. അപ്പോൾ 3നേക്കാളും വലുതായി പോകും, ലാർജർ നമ്പർ ആയി പോകും. അപ്പോൾ നമുക്ക് തൊട്ടാതെ നമ്പറിൽ എടുക്കാൻ നമ്മൾ ഡിവിഷനിൽ എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ 1 2s are 2 ആണ്. ബാലൻസ് ഉള്ള 1 ഇവിടെ എഴുതുക. അപ്പോൾ ഇതിന് 12 ആയി. 12ൽ 2 6 ടൈംസ്, അങ്ങനെയാണ് 16 വന്നത്. ഇനി 16ൽ 2. അപ്പോൾ ഫസ്റ്റ് നമ്പർ 1 2നേക്കാൾ സ്മോൾ ആയി നമുക്ക് സെക്കൻഡ് ഡിജിറ്റ് കൊണ്ട് ആഡ് ചെയ്ത് 16 എന്ന് വായിക്കാം. 16ൽ 2 എത്ര ടൈംസ്? 8 2s are 16. ഇനി 8 ഈവൻ നമ്പറാണ്. സോ നമുക്ക് 2 വെച്ച് തന്നെ ചെയ്യാം. 4 2s are 8. ഇനി 4നെയോ? 4 ഈവൻ നമ്പർ നമുക്ക് 2 വെച്ച് തന്നെ ചെയ്യാം. 2 2s are 4. ഇനി 2നെ നമുക്ക് 2 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലാസ്റ്റ് 1 വരുന്നവരെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യണം. ഇനി 2 എത്ര ടൈംസ്? ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 മാത്രമേ ഉള്ളൂ. ആ 2 എത്ര ടൈംസ് വന്നിട്ടുണ്ട്? 1 2 3 4 5 ടൈംസ് 2 വന്നിട്ടുണ്ട്. അതായത് 5 ടൈംസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നത്? 32. അപ്പോൾ 32നെ നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫോമിൽ എങ്ങനെ എഴുതാം? 2⁻5. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് ബേസ് സെയിം ആയതിനേക്ക് ഒന്നിച്ച് എഴുതാം. നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് ബേസ് സെയിം ആയതിനേക്ക് ഒന്നിച്ച്. അതായത് 2⁻3. ഇനി ഇവിടെ 2 തന്നെയല്ലേ, അപ്പോൾ ആ 2നെയും ഒരുമിച്ച് എഴുതാം. 2⁻2 ഇൻറ്റു ഈ 3⁻4. ഇനി താഴെ 3 ഇൻറ്റു 2⁻5 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് എഴുതിയ നമ്മൾ 2 ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും ഫസ്റ്റ് 2⁻5 എടുത്ത് എഴുതി. ഇൻറ്റു 3. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ ബേസുകൾ സെയിം ആണ്. ഇവിടെ നമുക്ക് എക്സ്പൊണൻഷ്യൽ ലോ നോക്കണം. ലോ ഓഫ് എക്സ്പൊണൻഷ്യൽ. അപ്പോൾ അതിൽ വരുന്നത് 2⁻3 ഇൻറ്റു 2⁻2. അതായത്
എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. ബേസ് സെയിം ആണ്. അപ്പോൾ ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ബേസ് എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതേ ലോ പ്രകാരം, എക്സ്പോണൻഷ്യൽ ലോ പ്രകാരം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, 2 റേസ് ടു ബേസ് ആണ്, ബേസ് ഇവിടെ എത്രയാണ് 2 ആണ്. അപ്പോൾ 2 എഴുതി, പവേഴ്സ് 3ഉം 2 ആണ്. അപ്പോൾ 3ഉം 2ഉം കൂടി ആഡ് ചെയ്യാം ഇൻറ്റു 3 റേസ് ടു 4. കാരണം 3 വേറെ ബേസാണ്, നമുക്ക് മാറ്റി എഴുതാം. ഇനി താഴെ അതുപോലെ എഴുതാം 2 റേസ് ടു 5 ഇൻറ്റു 3. ഇനി 2 റേസ് ടു 3 + 2 എന്ന് പറയുമ്പോൾ 2 റേസ് ടു 5 ഇൻറ്റു 3 റേസ് ടു 4 ഡിവൈഡഡ് 2 റേസ് ടു 5 ഇൻറ്റു 3. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ 2 റേസ് ടു 5 ഉണ്ട്, താഴെയും 2 റേസ് ടു 5. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും 2 ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, എ റേസ് ടു എം ഡിവിഷൻ എ റേസ് ടു എൻ. അതായത് ബേസ് രണ്ടും സെയിം ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എ റേസ് ടു എം മൈനസ് എൻ ആണ് ചെയ്യേണ്ടത്. അതായത് ബേസ് എഴുതിയിട്ട് ആ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം, എക്സ്പോണൻഷ്യൽ ലോ പ്രകാരം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ എഴുതാം. ബേസ് എന്താ 2 ആണ്, സെയിം ബേസ്. ഇനി പവേഴ്സ് എന്താണ് 5, താഴത്തിൻ്റെ പവർ 5 തന്നെ. അപ്പോൾ -5. ഇനി ഇൻറ്റു ഇവിടെ എന്താ 3 റേസ് ടു 4. അപ്പോൾ ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പോൾ ബേസ് 3. ഇനി അതിൻ്റെ പവേഴ്സ് ഇതിൻ്റെ 4 ആണ്, താഴത്തിൻ്റെ നമുക്ക് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഇവിടെ ഒരു 1 ഉണ്ട്. പവർ ഒന്നും എഴുതിയില്ലെങ്കിൽ, ഇപ്പോൾ 3 എന്ന് മാത്രമാണെങ്കിൽ അതിൻ്റെ പവർ എത്രയാണ് 1. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം 3 റേസ് ടു 4 മൈനസ് ഇവിടുത്തെ പവർ എത്ര 1, 4 മൈനസ് 1. അങ്ങനെയെങ്കിൽ 2 റേസ് ടു 5 മൈനസ് 5 0 ഇൻറ്റു 3 റേസ് ടു 4 മൈനസ് 1 3. അപ്പോൾ 2 റേസ് ടു 0 ഇൻറ്റു 3 റേസ് ടു 3 നീട്ടി. ഇനി 2 റേസ് ടു 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താ, നമ്മൾ ലോയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് എ റേസ് ടു 0 അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു 1. അപ്പോൾ പവർ 0 ആണ് വരുന്നതെങ്കിൽ, പവർ 0 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും 1. അതായത് നമ്പറിൻ്റെ പവർ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതാം 2 റേസ് ടു 0, ഇവിടെ പവർ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും 1. 1 ഇൻറ്റു 3 റേസ് ടു 3, 1 ഇൻറ്റു 3 റേസ് ടു 3. അപ്പോൾ 1ൻ്റെ ഒപ്പം 3 റേസ് ടു 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തിൻ്റെ ഒപ്പം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ സംഖ്യ ആയിരിക്കും. അപ്പോൾ 3 റേസ് ടു 3 തന്നെ കിട്ടും. നമുക്ക് 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണ്ട, കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആൻസർ എക്സ്പോണൻഷ്യൽ ഫോമിലാണ് വരേണ്ടത്. അപ്പോൾ ഇതല്ല എക്സ്പോണൻഷ്യൽ ഫോം. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. എന്താണ് ആൻസർ, 3 റേസ് ടു 3. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 5 റേസ് ടു 2 ഓൾ റേസ് ടു 3 ഇൻറ്റു 5 റേസ് ടു 4. ഇതിനെന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യണത്, 5 റേസ് ടു 7. അപ്പോൾ ഇവിടെ ഇതൊരു ലോ പ്രകാരം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എക്സ്പോണൻഷ്യൽ ലോ പ്രകാരം നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അതായത് 5 റേസ് ടു 2 ഓൾ റേസ് ടു 3. അത് ഏത് ഫോമിൽ കിടക്കുന്നത്, എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്നുള്ള ഫോമിൽ. അതെങ്ങനെ ചെയ്യേണ്ടത്, സിംപ്ലിഫൈ ചെയ്യേണ്ടത് എ റേസ് ടു എം ഇൻറ്റു എൻ. അതായത് അതിൻ്റെ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, 5 റേസ് ടു 2 ഓൾ റേസ് ടു 3 എന്ന് പറയുമ്പോൾ 5 റേസ് ടു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അതായത് എന്താ കിട്ടുക ആൻസർ, 5 റേസ് ടു 6. അപ്പോൾ ഇത് മാത്രം സോൾവ് ചെയ്ത് ഇപ്പോൾ നമുക്ക് കിട്ടി 5 റേസ് ടു 6. മനസ്സിലായില്ലേ, ഈ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ ലോ പ്രകാരം നമുക്ക് എ റേസ് ടു എം ഇൻറ്റു എൻ ആ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പവേഴ്സ് തമ്മിൽ 2ഉം 3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 ഇൻറ്റു 3 6, 5 റേസ് ടു 6 എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടത് അതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 5 റേസ് ടു 4. അപ്പോൾ 5 റേസ് ടു ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് 5 റേസ് ടു 6 ആണ്. 6 ഇൻറ്റു 5 റേസ് ടു 4 ചെയ്യാം. അതിനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ട് 5 റേസ് ടു 7 വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം, സെയിം ബേസ് ആണ്. സെയിം ബേസ് ആണെങ്കിൽ അവർ തമ്മിൽ മൾട്ടിപ്പിൾ ആണ് പറഞ്ഞിരിക്കണമെങ്കിൽ എ റേസ് ടു എം
ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ള ഫോമിലാണ്. അതായത് ബേസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ പവേഴ്സ് എന്ത് ചെയ്യണം? ബേസ് എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? 5⁶ ഇൻറ്റു 5⁴ എങ്ങനെ എഴുതാം? 5⁶ പ്ലസ് 4. ഇനി അതുപോലെ ഇപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് കിട്ടും? 5⁻10. ഇനി അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കിട്ടി 5⁻10. അപ്പോൾ 5⁻10. ഇനി ഇവിടെ എന്താ ചെയ്യാൻ വേണ്ടി? ഡിവിഷൻ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 5⁻7 വെച്ചിട്ട്. ഓക്കെ, അതായത് ആദ്യം നമ്മളിത് സോൾവ് ചെയ്തു. ആ സോൾവ് ചെയ്തിട്ട് 5⁻6 കിട്ടി. ആ 5⁻6ൻ്റെ ഒപ്പം നമുക്ക് അടുത്ത ഈ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ബേസ് എഴുതി തമ്മിൽ ആഡ് ചെയ്തു. നമുക്ക് 5⁻10 കിട്ടി. ഇനി ഇത്രയും സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഡിവിഷൻ 5⁻7. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലാണ്? a⁻m ഡിവിഷൻ a⁻n. ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. a⁻m-n. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? 5⁻10 - 7. 10 - 7 5⁻3. അപ്പോൾ ആൻസർ എന്ത് വരും? 5⁻3. ക്വസ്റ്റ്യൻ 25⁻4 ഡിവൈഡഡ് ബൈ 5⁻3. ഇനി 24⁻4. അപ്പോൾ ഈ 25നെ നമുക്ക് ആദ്യം എക്സ്പോണൻഷ്യൽ ഫോമിലാക്കണം. അപ്പോൾ നമുക്ക് അതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാം. 25നെ ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഓഡ് നമ്പർ ആണ്, അതായത് 5 ആണ്. അപ്പോൾ ഇനി 3 വെച്ച് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ പറഞ്ഞു ഈവൻ നമ്പർ ആണെങ്കിൽ 2 വെച്ചാണ് ചെയ്യേണ്ടത്. 3 വെച്ചാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 3 വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 25 എന്ന് പറയുമ്പോൾ 2 + 5 ഡിജിറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2 + 5 എന്ന് പറയുമ്പോൾ 7 ആണ്. ഈ 7 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് പ്രൈം നമ്പറാണ് 2, 3, അത് കഴിഞ്ഞുള്ളതാണ് 5. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും? 5 5s are 25. ഇനി 5 നമുക്ക് 5 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, പ്രൈം നമ്പറാണ്. സോ ഇനി 1 വരുന്ന ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ എന്താ? 5⁻2. അതായത് 5 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 25 കിട്ടുന്നത് അല്ലേ? 5 2 ടൈംസ് നമുക്കിവിടെ ഫാക്ടറൈസേഷൻ കിട്ടി. അപ്പോൾ 25 നമുക്ക് എന്ത് എഴുതാം? 25നെ നമുക്ക് 5⁻2 എന്ന് എഴുതാം. 25 ആണ് നമ്മൾ 5⁻2 എന്ന് എഴുതുന്നത്. ഈ 4 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇട്ടിട്ട് all raised to 4. അപ്പോൾ 25 എന്നാണ് 5⁻2 എന്ന് എഴുതുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ പുറത്തായിട്ട് നമുക്ക് എന്ത് എഴുതണം? 4 എഴുതണം. അത് വിട്ടുപോകരുത്. ഇനി അതിനെ ഡിവൈഡ് ചെയ്യണം എന്ത് വെച്ചിട്ടാണ്? 5⁻3. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഏത് മെത്തേഡാണ്? അതായത് a⁻m all raised to n. അതായത് a⁻m × n. അപ്പോൾ നമുക്കിതിനെന്ത് ചെയ്യാം? 5⁻2 × 4 എന്ന് എഴുതാം. പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഡിവിഷൻ 5⁻3. അതായത് 5⁻2 × 4 8. 5⁻8 ഡിവിഷൻ 5⁻3. അപ്പോൾ ഇതിന് എന്ത് ഫോർമാറ്റ് ഏതിലോ പ്രകാരം ചെയ്യണം? അതായത് a⁻m ഡിവിഷൻ a⁻n. അങ്ങനെ വരുമ്പോൾ ഡിവിഷൻ ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ സെയിം ബേസ് ആണ്. സോ 5 എഴുതി. ഇനി പവേഴ്സ് തമ്മിൽ 8 - 3 5⁻5. 8 ൽ 3 മൈനസ് ചെയ്യുമ്പോൾ 5. അപ്പോൾ ആൻസർ ഈസ് 5⁻5. ഫോർത്ത് ക്വസ്റ്റ്യൻ 3 × 7⁻2 × 11⁻8 ഡിവൈഡഡ് ബൈ 21 × 11⁻3. അപ്പോൾ ഇതിൽ 21 എന്നുള്ളത് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്ത് അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണം. അപ്പോൾ 3 × 7⁻2 × 11⁻8 ഡിവൈഡഡ് 21 നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. ഇത് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഓഡ് നമ്പർ ആയതുകൊണ്ട്. നെക്സ്റ്റ് പ്രൈം നമ്പർ 3 ആണ്. 3 വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. 2 + 1 21ൽ 2 + 21. അപ്പോൾ അതിൻ്റെ ഡിജിറ്റുകൾ 2ഉം 1ഉം ആണ്. അപ്പോൾ 21 എന്ന് പറയുമ്പോൾ
2 + 1 3 ആണ്. 3 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്കിതിന് എന്ത് ചെയ്യാം? 3. 7 3s are 21. അല്ല 3 വെച്ച് ചെയ്യുമ്പോൾ 21, 3ൽ 7 3s are 21 ആണ്. ഇനി 7 ടൈം 7 ടൈം അല്ല 7 കൊണ്ട് മാത്രമേ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അത് പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3യും 7 ആണ് അതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ 3 × 7 ഇൻറ്റു 11⁻3. ഇനി സെയിം ബേസ് ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ലോ പ്രകാരം ചെയ്യാം. അതായത് a⁻m ഡിവിഷൻ a⁻n എന്നുള്ളത്, അതായത് ഇതിൻ്റെ പവർ സമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അതുപോലെ എഴുതാം. 3 ഇവിടെ ബേസ് 3, ഇവിടുത്തെ ബേസ് 3. അപ്പോൾ 3ൽ ഇതിൻ്റെ പവർ എത്രയാണ്? 1 എഴുതില്ല, അതിൻ്റെ മീനിങ് 1 ആണ്. അപ്പോൾ 1 ഇവിടുത്തെ പവർ 1 ആണ്. അപ്പോൾ 1 - 1 3⁻1 - 1 ഇൻറ്റു ഇനി സെയിം ബേസ് ഉള്ളത് എടുക്കുക 7ഉം 7ഉം. അപ്പോൾ 7ൻ്റെ ഇവിടെ പവർ 2 ആണ്. അപ്പോൾ 2 ഇവിടെ പവർ ഒന്നും ഇല്ലെങ്കിൽ എന്താ അതിൻ്റെ മീനിങ് 1. അപ്പോൾ 2 - 1 ഇൻറ്റു ഇനി സെയിം ബേസ് 11 ആണ്. 11 എഴുതി. ഇനി പവേഴ്സ് ഇവിടെ 8ഉം ഇത് 3ഉം. അപ്പോൾ 8ൽ നിന്ന് 3 മൈനസ് ചെയ്യാം. 3⁻1 - 1 എന്ന് പറയുമ്പോൾ 3⁻0 കിട്ടി. 1 - 1 0 ഇൻറ്റു 7⁻2 - 1 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 11⁻8ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 5. 3⁻0 ഇൻറ്റു 7⁻1 ഇൻറ്റു 11⁻5. അപ്പോൾ ഇതിൻ്റെ നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ 3⁻0 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ഇൻറ്റു 7⁻1 എന്ന് പറയുമ്പോൾ 7 തന്നെ ഇൻറ്റു 11⁻5. ഇനി 1 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 11⁻5. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 7 ഇൻറ്റു 11⁻5. Fifth question, 3⁻7 divided 3⁻4 into 3⁻3. ഇവിടെ 3⁻7 അതുപോലെ എഴുതി. ഇനി ഇവിടെ ബേസ് സെയിം ആണ്, അത് പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ ബേസ് സെയിം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പവർ സമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ രണ്ടിൻ്റെ പവർ 3 ആണ്, അല്ല ബേസ് 3 ആണ്. അപ്പോൾ നമുക്ക് 3 അതുപോലെ എഴുതി. ഇനി പവേഴ്സ് 4ഉം 3ഉം. അതായത് ഏത് റൂൾ പ്രകാരം? a⁻m ഇൻറ്റു a⁻n. സെയിം ബേസ് ആണെങ്കിൽ പവർ സമ്മിൽ ആഡ് ചെയ്യണം. a⁻m + n ഇത് അതുപോലെയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ബേസ് ചെയ്ത് 3 പവേഴ്സ് 4 + 3. 3⁻7 divided 3⁻4 + 3 7. 3⁻7 divided by 3⁻7. അപ്പോൾ ഇവിടെ ഡിവിഷൻ ആണ്. ഡിവിഷൻ ആകുമ്പോഴത്തേക്ക് ഏത് മെത്തേഡാണ്? a⁻m ഡിവിഷൻ a⁻n. ഇത് തമ്മിൽ പവേഴ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. സെയിം ബേസ് ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സെയിം ബേസ് ആണ് 3ഉം 3ഉം അല്ലേ? അപ്പോൾ 3 എഴുതി. പവേഴ്സ് എന്താണ്? 7, താഴത്തെ പവറും 7. അപ്പോൾ 7 - 7 3⁻0. ആൻസർ എന്തോന്നു? 3⁻0. 3⁻0 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 1. കാരണം a⁻0 ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ ആൻസർ ഈസ് 1. Sixth question, 2⁻0 plus 3⁻0 plus 4⁻0. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ നമ്പറിൻ്റെ പവർ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ 2⁻0 എന്ന് പറയുന്ന വാല്യൂ 1, അത് പ്ലസ് 3⁻0 എന്ന് പറയുന്ന വാല്യൂ 1 പ്ലസ് 4⁻0 1. അപ്പോൾ 1 + 1 ആൻസർ ഈസ് 3. 7th ക്വസ്റ്റ്യൻ തുടങ്ങി 12th ക്വസ്റ്റ്യൻ വരെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.